ഇവനൊക്കെ കൈക്കൂലി വാങ്ങിച്ച് തിന്ന് ഇടേ നീ അറിഞ്ഞ കടുവായക്കിടുവ പിടിക്കുന്നേ അമ്പമ്പോ മരയൊന്തിന് ചായമ്പൂശുന്നേ. ഇതൊക്കെ എവിടെയെന്നാ ഇടേ? ഇവിടെ അങ്ങനെയല്ല, അങ്ങ് കർണാടകയിൽ. അതും KP അഗ്രഹാര എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറുണ്ട്. അയാൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സിംഗം. ഈ ചിങ്കന്തരി എന്നറിയാമോ? ഒരു ചീറ്റിംഗ് കേസിൽ ഒരു ബിസിനസ്മാനെ പൂട്ടി. ഇതുവരെ സംഗതിയൊക്കെ ഓക്കെ അല്ലേ? ശരി, ഇനിയാണ് ട്വിസ്റ്റ്. 1,00,000 രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ട് ജാമ്യം കിട്ടാൻ അനുകൂലമായ റിപ്പോർട്ട് എഴുതി വാങ്ങിച്ചിട്ട് ജാമ്യം വാങ്ങിച്ചു കൊടുത്തു. അവിടെ കൊണ്ട് കളിയൊന്നും തീർന്നില്ല മച്ചാൻ്റെ. എന്നിട്ട് യവനെ ഫോൺ വിളിച്ച് 4,00,000 രൂപയും കൂടെ ആവശ്യപ്പെട്ടു. എന്താ പറയുക, ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ വിചാരിച്ച് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണേനേക്കാളും യവനെ സർവീസിൽ നിന്ന് ഒഴിവാക്കണേലേ നല്ലത്. ഇവൻ നേരെ ചെന്ന് ലോകായുക്തയിൽ ചെന്ന് പരാതി പറഞ്ഞു. ലോകായുക്ത എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഴിമതി, പിടിച്ചു പറയും, കൂട്ടിക്കൊടുപ്പ്, ഇതിനെയൊക്കെ പരാതിപ്പെടാവുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിലില്ലേ എന്നാ? കേരളത്തിലുണ്ടടേ, പക്ഷെ കർണാടകയിലെ പോലെ സിംഗക്കുട്ടികളല്ല. ലോകായുക്ത എന്ത് ചെയ്ത് ഇതേപോലെ ഒരു പരാതി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഇവനെതിരെ 26 കോടിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, മനസ്സിലായില്ല, മൂവബിൾ ആൻഡ് ഇമൂവബിൾ പ്രോപ്പർട്ടീസ് അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പല പരാതികളും ലോകായുക്തയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ പൂട്ടാൻ വേണ്ടി അവരും കാത്തിരിക്കുകയായിരുന്നു. പരാതിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇടേ നീ കൊണ്ട് 4,00,000 കൂടി കൊടു, നമുക്ക് ബാക്കി കാര്യം നോക്കാം. അങ്ങനെ ഈ 4,00,000 കൊണ്ട് ഈ ചിങ്കക്കുട്ടിയുടെ അടുത്ത് ഈ പരാതിക്കാരൻ ചെല്ലുകയാണ്. ഈ 4,00,000 രൂപയ്ക്കകത്ത് ഇവർ മരുന്ന് വിരട്ടിയിരുന്നു. ഇവ ഈ ആക്രാന്തപ്പെട്ട് ഈ പണം എടുത്ത് കയ്യിൽ വെക്കുന്നതും ലോകായുക്തയിലെ പുലിക്കുട്ടികൾ ചാടി അങ്ങ് വീണ് പൂച്ചയുടെ കാലിൻ്റെ ഇടയിൽ കിടന്ന് ഈ എലികളിങ്ങനെ പിടയ്ക്കൂലേ, അതുപോലെ ഇവൻ പിടച്ച്. ഈ സൗണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാണ്. ഇവിടെ ഇവനെയൊക്കെ എത്ര എണ്ണം പ്രാവിക്കാണുമല്ലേ? ഈ പ്രാക്കലിൻ്റെ ഫലമാണ് ഈ കിടന്ന് അനുഭവിച്ചത്. അപ്പം നിങ്ങൾ പറയും, എന്തിനാണ് ഇവനൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും പാവപ്പെട്ട ജനങ്ങളെ പിടുങ്ങാൻ വേണ്ടി ഇറങ്ങും. കൊള്ളതിനിടെ എന്നാലും ഇവനൊക്കെ കൈക്കൂലി വാങ്ങിച്ച് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കരച്ചിലുണ്ടല്ലോ, അവറ്റകളുടെ കരച്ചിലയെ കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ആ ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ഈശ്വരാ രക്ഷിക്കണേ.